നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ജ്യോതിർവാണി ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ 19 മുതൽ ജൂലൈ 26 വരെ ഉള്ള ദിവസങ്ങളിൽ മിഥുനം രാശിക്കാരുടെ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലമാണ് നോക്കുന്നത്. മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ 3 പാദങ്ങളിൽ ജനിച്ചവരാണ് മിഥുനം രാശിയിൽ ഉൾപ്പെടുന്നത്. മിഥുനം രാശിക്കാർക്ക് ഈ ആഴ്ച തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം, പ്രണയം, വിദേശയോഗം തുടങ്ങിയ ജീവിതത്തിലെ പല മേഖലകളിലും ചില ശ്രദ്ധേയമായ മാറ്റങ്ങൾ കാണാൻ സാധ്യതയുള്ള വാരമാണ്. ഇനി നമുക്ക് വിശദമായി നോക്കാം. ആദ്യം നമുക്ക് തൊഴിൽ മേഖലയിലേക്ക് കടക്കാം. തൊഴിൽ മേഖലയിൽ ഈ ആഴ്ച നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർ കൂടുതൽ തിരിച്ചറിയാൻ സാധ്യതയുണ്ട്. ഓഫീസിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാം. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് മേലുദ്യോഗസ്ഥരുടെ അഭിനന്ദനവും പിന്തുണയും ലഭിക്കാൻ സാധ്യത ഈ വാരം കാണുന്നു. സഹപ്രവർത്തകരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ശാന്തമായ സമീപനം സ്വീകരിച്ചാൽ അത് എളുപ്പത്തിൽ പരിഹരിക്കാനാകും. ജോലി മാറാൻ ആലോചിക്കുന്നവർക്ക് ഈ വാരം ചില നല്ല അവസരങ്ങൾ ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ആഴ്ച പുതിയ ഉപഭോക്താക്കളെ ലഭിക്കാനും വരുമാനം മെച്ചപ്പെടാനും സാധ്യതയുണ്ട്. എന്നാൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം പരിശോധിക്കേണ്ടതാണ്. പങ്കാളിത്ത ബിസിനസ്സിൽ തുറന്ന ആശയവിനിമയം നിലനിർത്തുക. ഇനി സാമ്പത്തിക കാര്യങ്ങളിൽ വരുമാനം മെച്ചപ്പെടാനുള്ള സൂചനകൾ കാണുന്നു. കുടിശ്ശികയായി ലഭിക്കാനുള്ള ചില തുകകൾ തിരികെ ലഭിക്കാൻ സാധ്യതയുള്ള വാരമാണ്. എന്നാൽ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. വീട്ടിലേക്ക് പുതിയ സാധനങ്ങൾ വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ പരിചയസമ്പന്നരുടെ അഭിപ്രായം ഈ വാരം തേടുന്നത് ഗുണകരമായിരിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം അനുഭവപ്പെടും. കുടുംബാംഗങ്ങളുമായി തെറ്റിദ്ധാരണകൾ മാറുകയും പരസ്പര വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്ന വാരമായി കാണുന്നു. വീട്ടിൽ ഒരു മംഗളകരമായ കാര്യം ചർച്ചയാകാൻ സാധ്യതയുള്ള വാരമായി കാണുന്നു. മാതാപിതാക്കളുടെ അനുഗ്രഹം പിന്തുണയും ഈ ആഴ്ചയിൽ വലിയ ശക്തിയായി നിങ്ങൾക്കുണ്ടാകുന്നു. പ്രണയ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിലും നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമാണ്. മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ അവസരം ലഭിക്കുന്ന ഒരു വാരമാണ്. ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും അവ പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വാരമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു വാരമാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. അധ്യാപകരുടെ സഹായവും കുടുംബത്തിൻ്റെ പ്രോത്സാഹനവും മികച്ച നേട്ടങ്ങൾ നേടാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു വാരമാണ്. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നല്ല സമയമാണെങ്കിലും ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, ചെറിയ തലവേദന തുടങ്ങിയവ അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു വാരമാണ്. സമയത്ത് ഭക്ഷണം കഴിക്കുകയും ആവശ്യത്തിന് വിശ്രമിക്കുകയും ചെയ്യുക. ദിവസം കുറച്ച് സമയം നടക്കുകയോ വ്യായാമം ചെയ്യുകയോ ചെയ്യുന്നത് ആരോഗ്യത്തിന് ഗുണകരമായി കാണുന്നു ഈ വാരം. വിദേശത്ത് ജോലി ചെയ്യാനോ പഠിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വാരമാണ്. അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ളവർക്ക് മുന്നേറ്റം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. വിദേശയാത്രയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഈ വാരത്തിൽ മാറിക്കിട്ടുന്നതാണ്. ഈ ആഴ്ച ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് മനസ്സിന് സമാധാനവും ആത്മവിശ്വാസവും നൽകും. ബുധനാഴ്ച വിഷ്ണു ക്ഷേത്രം ദർശനം നടത്തുകയും ശ്രീ മഹാവിഷ്ണുവിന് തുളസിമാല സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെ ഗുണകരമായി കാണുന്നു.
ഓം നമോ നാരായണ എന്ന ഈ മന്ത്രം 108 പ്രാവശ്യം ജപിക്കുകയും മനസ്സിന് ശാന്തിയും നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തിയും നൽകും. ഈ ആഴ്ചയിലെ ഭാഗ്യനിറം ഭാഗ്യദിനം ബുധനാഴ്ചയാണ്. ഭാഗ്യനിറം പച്ച, ഭാഗ്യസംഖ്യ 5. മൊത്തത്തിൽ നോക്കുമ്പോൾ മിഥുനം രാശിക്കാർക്ക് മുന്നേറ്റത്തിൻ്റെയും പുതിയ അവസരങ്ങളുടെയും ആഴ്ചയായിരിക്കും ഇത്. ക്ഷമയോടെയും വിവേകത്തോടെയും മുന്നോട്ടു പോയാൽ തൊഴിൽ, സാമ്പത്തികം, കുടുംബം എന്നിവയിൽ നല്ല ഫലങ്ങൾ കൈവരിക്കാൻ മിഥുനം രാശിക്കാർക്ക് കഴിയും. ഈ വാരഫലം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ജ്യോതിർവാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്കാരം.